ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറും ചിക്കൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഉള്ളിയൊക്കെ അതും മല്ലിച്ചപ്പും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കഴുകിയെടുക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ എല്ലാവരും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചതാണ്. അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, ക്യാരറ്റ്, നെയ്യ്, ഉള്ളി കേട്ടോ. അപ്പോൾ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ഉള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കട്ടോ. അരി എത്രയാണോ എടുത്തത് അതിന് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതറിയാലോ എല്ലാവർക്കും നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ. ഇനി അരി നന്നായിട്ട് കഴുകിയെടുക്കട്ടോ. നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അരി ചേർത്തെടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ നെയ്ച്ചോറ്. പാകം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ച് ചേർക്കുകയാണ്. ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ നെയ്ച്ചോറിക്കുള്ള ഉള്ളി വറുത്തിടാം. നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുന്തിരി ഇട്ടെടുക്കും കേട്ടോ. കുട്ടികളവിടെ കളിക്കുക കേട്ടോ. അനിയത്തിൻ്റെ വീട്ടിൽ കളിക്കുകയാണ്. അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം കഴുകിയെടുക്കുക കേട്ടോ. ചിക്കൻ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ തീ കത്തിച്ചു. ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായതിൻ്റെ ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി കുറച്ചധികം തന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക.
കുറച്ച് ഓയിൽ വെച്ചെടുക്കണ്ടേ. നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഇല്ലേ ഉള്ളിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യണേ, ഗ്യാസിന്മേ. പിന്നെ ഉള്ളിൽ വിറകടുപ്പിന്മേൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ അതൊരു നല്ലൊരു വൈബല്ലേ, പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ. ആ ഒരു ഇഷ്ടം കൊണ്ട് ഏട്ടനെ കൊണ്ട് അടുപ്പ് വാങ്ങിച്ചേട്ടോ. അത് ഏട്ടൻ തന്നെ സെറ്റ് ചെയ്ത് തന്നാണ്. നമ്മൾ സിമെന്റ് കൊണ്ട് പഠിത്തമൊന്നുമല്ല കേട്ടോ, മണ്ണുകൊണ്ട് തന്നെ പഠിത്താണ്. നമ്മൾ ഉള്ളിക്കുള്ള ഉപ്പ് മാത്രം നേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ചിക്കനിലോട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉള്ളിത്തൈരും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാട്ടോ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.